അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. ബഹുമാനികളെ, വളരെ പവിത്രമായ ഒരു മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മാസത്തിൻ്റെ ഏറ്റവും വലിയ പവിത്രത എന്ന് പറയുന്നത് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ റമദാൻ മാസത്തെ നോമ്പ് നിർബന്ധമാകുന്നതിന് മുമ്പ് തന്നെ നിർബന്ധമായ നിലയിൽ ഈ മാസം അഥവാ മുഹറം മാസം നോമ്പനുഷ്ഠിച്ചിരുന്നു. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു മുഹറം മാസത്തിൻ്റെ നോമ്പിൻ്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ച് ഇപ്രകാരം പറയുന്നു: റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിൻ്റെയോ മുഹറത്തിൻ്റെയോ നോമ്പിനേക്കാൾ മറ്റൊരു നോമ്പിനും ഇത്രയേറെ പ്രാധാന്യത കൊടുക്കുന്നത് കണ്ടിട്ടില്ല. അത്രയേറെ പ്രാധാന്യമുള്ള നോമ്പാണ് മുഹറം മാസത്തിൻ്റെ നോമ്പ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറയുകയുണ്ടായി: അഫ്ളലു സിയാമി ബഅദ റമളാൻ ഷഹറുല്ലാഹില്ലദീ തദ്ഊനഹു മുഹറം. നിങ്ങൾ മുഹറം എന്ന് വിളിക്കുന്ന മുഹറം മാസത്തിൻ്റെ നോമ്പാണ് റമളാൻ മാസത്തിൻ്റെ നോമ്പിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളുകയുണ്ടായി. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു നോമ്പാണ് മുഹറം മാസത്തിൻ്റെ നോമ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു, എന്താണ് മുഹറം മാസത്തിൻ്റെ നോമ്പിൻ്റെ പ്രത്യേകത? അബൂ ഖത്താദ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇപ്രകാരം പറയുന്നു: സുഇല അൻ സുയാമി യൗമി ആശൂറ. ആശൂറ നോമ്പിനെ സംബന്ധിച്ച് അഥവാ മുഹറം 10ൻ്റെ നോമ്പിനെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കപ്പെട്ടു. അവിടുന്ന് ഇപ്രകാരം അരുളുകയുണ്ടായി: യുകഫിറുസ്സനത്തൽ മാദിയ. ഒരു വർഷത്തെ അഥവാ കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മുഖേന നമുക്ക് മാപ്പാക്കി തരുന്നതാണ്. കഴിഞ്ഞ ഒരു വർഷത്തെ ചെറുപാപങ്ങൾ ഒരു നോമ്പ് മുഖേന നമുക്ക് മാപ്പ് നൽകപ്പെടുന്നുവെങ്കിൽ അത് വളരെ മഹത്തരമേറിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് മുഹറം 10ൻ്റെ നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തന്നെ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ ഇപ്രകാരം കാണാം: മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് വന്നതിന് ശേഷം മദീനയിലുണ്ടായിരുന്ന ജൂതന്മാർ അവർ മുഹറം 10ൻ്റെ അന്ന് നോമ്പനുഷ്ഠിക്കുന്നതായിട്ട് കണ്ടു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് നോമ്പനുഷ്ഠിക്കുന്നത്? ആ ജൂതന്മാർ പറഞ്ഞു, ഇത് മഹത്തായ ഒരു ദിവസമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ശത്രുക്കളായിരുന്ന ഫിർഔനിൻ്റെയും സൈന്യത്തിൻ്റെയും വലയിൽ നിന്നും മൂസാ നബി അലൈഹി സ്വലാമിയെയും തൻ്റെ ജനതയെയും രക്ഷിച്ച ദിവസമാണ് ഈ മുഹറം 10. അതുകൊണ്ട് അതിന് ശുക്ർ രേഖപ്പെടുത്തുക എന്ന നിലയിലാണ് ഞങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൂസാ നബി അലൈഹി സ്വലാമിനോട് നിങ്ങൾക്കുള്ള കടപ്പാടിനേക്കാൾ ഏറെയാണ് നമുക്കുള്ള കടപ്പാട്. അതുകൊണ്ട് ജനങ്ങളെ, ഞാൻ മുഹറം 10ന് നോമ്പനുഷ്ഠിക്കുന്നു, നിങ്ങളും നോമ്പനുഷ്ഠിക്കുക എന്ന് പറഞ്ഞ് ജനങ്ങളോട് വിളംബരം ചെയ്യുകയുണ്ടായി. എന്നല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ കൂടി പറഞ്ഞു: ലഇൻ ബഖീതു ഇലാ ഖാബിലിൻ ലഅസൂമന്ന താസിയ. ഞാൻ അടുത്ത വർഷം ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുഹറം 9ന് കൂടി നോമ്പനുഷ്ഠിക്കുന്നതാണ്. അഥവാ ഇതര മതസ്ഥരുടെ ആചാരങ്ങളിൽ നിന്നും വിഭിന്നമാകുക എന്നുള്ളത് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പതിവാണ്. ആ അടിസ്ഥാനത്തിൽ ജൂതരായ ആളുകൾ അവർ മുഹറം 10ന് നോമ്പനുഷ്ഠിക്കുന്നു, നമുക്ക് മുഹറം 10ഓടൊപ്പം തന്നെ മുഹറം 9ന് കൂടി നോമ്പനുഷ്ഠിക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിക്കുകയുണ്ടായി. ഒരൽപ്പം ബലഹീനമായ ഹദീസാണെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു നിർദ്ദേശം ഇങ്ങനെ കൂടി കാണാം: സൂമു യൗമൻ ഖബ്ലഹു ഔ ബഅദഹു. മുഹറം 10ൻ്റെ ഒരു ദിവസം മുമ്പ് നോറ്റുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ദിവസം ശേഷം നോറ്റുകൊണ്ടോ നിങ്ങൾ അവരുടെ നോമ്പിൽ നിന്നും വിഭിന്നമാവുക. അതുകൊണ്ട് മുഹറം 10ന് നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. സാധിക്കുമെങ്കിൽ മുഹറം 9നും 10നും അല്ലെങ്കിൽ 10നും 11നും നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നാൽ ചില ആളുകൾ സാധാരണ സംശയം ചോദിക്കാറുണ്ട്: മുഹറം 1 മുതൽ നോമ്പനുഷ്ഠിച്ചൂടെ? തീർച്ചയായിട്ടും മുഹറം 1 മുതൽ നോമ്പനുഷ്ഠിക്കാം, തെറ്റില്ല. പക്ഷേ മുഹറം 1 മുതൽ 9 വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പനുഷ്ഠിച്ചതായിട്ട് തെളിവില്ല. അതുകൊണ്ട് തന്നെ മുഹറം 1ൻ്റെ നോമ്പ്, മുഹറം 2ൻ്റെ നോമ്പ്, മുഹറം 3ൻ്റെ നോമ്പ് ഇങ്ങനെ പ്രത്യേകത നൽകിക്കൊണ്ട് നോമ്പനുഷ്ഠിക്കുന്നത് ബിദ്അത്താണ്. അതല്ലാതെ ഏതെങ്കിലും സുന്നത്തായ നോമ്പ് എന്ന നിലയിൽ മുഹറം 1 മുതൽ 8 വരെ 9 വരെ നോക്കുന്നതിൽ തെറ്റില്ല.
അതേപോലെ തന്നെ മുഹറം 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ തിങ്കളാഴ്ചയോ വ്യാഴാഴ്ചയോ വരികയാണെങ്കിൽ തിങ്കളിൻ്റെ നോമ്പ്, വ്യാഴത്തിൻ്റെ നോമ്പ് എന്ന നിലയിൽ നോമ്പ് നോക്കുന്നതും തെറ്റില്ല. അതല്ലാതെ മുഹറത്തിൻ്റെ 1ൻ്റെ നോമ്പ്, മുഹറം 2ൻ്റെ നോമ്പ്, അങ്ങനെ മുഹറത്തിൻ്റെ പ്രത്യേകത കൊടുത്തുകൊണ്ട് 1-ാം തീയതിക്കും 2-ാം തീയതിക്കും ഒന്നും നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെച്ചിട്ടില്ലാത്തതുകൊണ്ട് അങ്ങനെ നോമ്പ് നോക്കുന്നത് ബിദ്അത്താണ് എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വരുന്ന മുഹറം 9-നും 10-നും അല്ലെങ്കിൽ 10-നെങ്കിലും നോമ്പനുഷ്ഠിക്കാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.